നമ്മൾ നല്ല ലയിക്കാറുണ്ടല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കൂ, പാട്ടിലാണോ ലയിച്ചത്? പാട്ടിൽ പറയുന്ന ഹബീബിലാണോ ലയിച്ചതെന്ന്? പാട്ടിൽ പറയുന്ന ഹബീബിലല്ല ലയിച്ചത്, പാട്ടിലാണ് ലയിച്ചത്. അത് ചിലപ്പോൾ അതേ ടൂണിൽ ഇപ്പോൾ ഒരു സിനിമ പാട്ടാണെങ്കിൽ അതിൽ ചിലപ്പോൾ ലയിക്കും. ആ ഒരു താളത്തിലുള്ള ലയനം കിട്ടിയതാണ്. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, മറ്റേ മമ്പുറ്റ ഹംസ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള പാട്ടൊക്കെ ഉണ്ടാവില്ലേ, അതിലും ഇസ്ലാമിലുണ്ട്. ആ പാട്ടിൻ്റെ ഒരു, അതായത് ഒരു ബീറ്റ അല്ലെങ്കിൽ ഗാമ ലെവൽ മ്യൂസിക് എന്ന് അതിന് പറയാം. അപ്പം നേരത്തെ ആ കുട്ടിയൊക്കെ പാടിയ ആ പാട്ടൊക്കെ നല്ല പാട്ടാണ്. അങ്ങനെയുള്ള പാട്ട് അത് നമ്മൾ ലയിക്കാനുള്ളതാണ്. ആ ഒരു ലൈൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു താളത്തിലൂടെ ലയിച്ചിട്ടുള്ളൂ. അതിൽ പറയുന്ന മെഹബൂബിനോട് നമ്മൾ ലയിച്ചിട്ടില്ല, പാട്ടിൽ ലയിച്ചിട്ടുണ്ട്. അപ്പം അതേ രീതിയിൽ നാളെ ഒരാൾ സിനിമ പാട്ട് പാടി ചിലപ്പോൾ അതിൽ ലയിക്കും. ഏതുപോലെ ഇപ്പം ചില ആൾക്കാർ റസൂലുള്ളാഹിന്റെ ചരിത്രം കേട്ടിട്ട് കരഞ്ഞിട്ട് കണ്ണുനീര് കണ്ടൊക്കെ അങ്ങനെ കുറേ വന്നിട്ട് കൊണ്ടുവന്ന കർച്ചീഫ് മൊത്തം നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ആൾക്ക് തോന്നി, നമുക്ക് തോന്നി ചിലപ്പോൾ കുറച്ചോനെ ആൾക്ക് റസൂലിൽ ലയിച്ചിട്ടാണ്. അല്ല, നാളെ പിന്നെ ഏതോ ഒരു സിനിമ കണ്ടാൽ അതിൽ, അല്ലെങ്കിൽ നാളെ ഏതോ ഒരു സീരിയൽ കണ്ടാൽ അതിൽ ഇതിനേക്കാളും കരയും. ചിലപ്പോൾ അത് കരയുക റിലേറ്റബിൾ ഇമോഷണൽ പേഴ്സണാലിറ്റി ഉള്ളത് കൊണ്ട് കരഞ്ഞതാണ്. അപ്പോൾ നാളെ ചിലപ്പോൾ ഏതോ ഒരു കൊള്ളക്കാരൻ്റെ സങ്കടകരമായ കഥ കേട്ടാൽ അതിലും കരയും. നാളെ ഒരു നോവൽ വായിച്ചാൽ അതിലും കരയും. സീരിയൽ കണ്ടാൽ അതിലും കരയും. കരഞ്ഞു വന്നത് കൊണ്ട് ഹബീബുമായിട്ട് ലയനം വന്നു അർത്ഥമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കാർക്കും അന്ത പറയാനുള്ള അവകാശമില്ല. നായും തായും കൂടിയാൽ മലയാളത്തിൽ ന്ത എന്ന വാക്ക് ആകും. നായും തായും കൂടിയാൽ, ഞാൻ മലയാളം പഠിച്ചാളാം, സംസ്കൃതം അങ്ങനെ കണ്ടവരും, ഞാൻ മലയാളം എപ്പോൾ എടുക്കും, എനിക്ക് മലയാളം ഇഷ്ടമാണ്. നായും തായും കൂടിയാൽ എന്താന്നാവാ, അന്ത ന താണ്. ഈ അന്ത ഞാൻ ഉദ്ദേശിക്കുന്നത് അന്ത ഏതാ? അന്ത ഉമ്മൻ അം അബുൻ. ആ അന്ത മനസ്സിലാക്കണമെങ്കിൽ നായും തായും കൂടിയ എന്ത ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അന്തം ഉണ്ടാവണം എന്നർത്ഥം. അന്തല്ലെങ്കിൽ ഈ സാധനം അന്ത മനസ്സിലാവില്ല. മുഹാത്തബിന്റെ ഹുദൂരിയത്തില്ലെങ്കിൽ സൂലിന്റെ കമാലിയത്തുണ്ടാവില്ല. എന്നാണ്, അത് ഭയങ്കര വിഷയമാണത്. നമ്മൾ മുഹാത്തബ് പറഞ്ഞ നമ്മൾ അന്ത ഉമ്മുൻ അം അബുൻ എന്ന് പറയുമ്പോ മുത്ത് റസൂലിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ റസൂലിനെ കാണാതെ എങ്ങനെ അന്ത പറയല? എങ്ങനെ അത് ആലോചിക്കണ്ടേ? അന്ത എന്നല്ലേ പറയാം, അസ്സലാമു അലൈക്ക എന്നല്ലേ മുഹാത്തബ് മുമ്പിൽ ഉണ്ടാവണ്ടേ? മുഹാത്തബിന്റെ ഹുദൂരിയത്തില്ലാതെ അന്ത എന്നെങ്ങനെ പറയാ? അങ്ങ്, അതിന് നേരെ അങ്ങ് നോക്കി എൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ അർത്ഥം വെക്കുക. അസ്സലാമു അലൈക്ക അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും. നിസ്കാരത്തിലടക്കം അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു. ആ ഖിതാബിന് ഉത്തരം കിട്ടിയവരായിരുന്നു പഴയകാല മഹാന്മാർ മുഴുവനും. നമുക്കത് കേട്ടുകൾ പോലും ഇല്ല എന്നുള്ളതാണ് നമ്മളെ ഹബീബിൽ നിന്ന് അകന്നു വന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പഴയകാലത്തൊക്കെ നമ്മൾ അസ്രഖ ബൈത്ത് വല്ലാത്തൊരു ബൈത്തത്. അസ്രഖ ബൈത്ത് ഇങ്ങനെ ചൊല്ലി ആദ്യം ഇങ്ങനെ ചൊല്ലും, ജവാബില്ലും യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അങ്ങനെ 4-5 വരി കഴിയുമ്പോൾ യാ നബി സലാം അലി ചൊല്ലിയിട്ട് മടുത്തിട്ടല്ല അവർ മർഹബായ നൂറാനി പാടിയത്. യാ നബി ചൊല്ലിയിട്ട് ആർക്കെങ്കിലും മടുക്കുവോ? മടുക്കൂ. യാ നബി ചൊല്ലു. യാ നബി കുറേ വലിയ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് മടുത്തു, അങ്ങനെ ഉണ്ടാവില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാനെ വിളിച്ചിട്ട്, ഞാൻ ഇപ്പോൾ 40 വയസ്സ് വരെ ഉമ്മാനെ വിളിച്ചിരുന്നു, പിന്നെ മടുപ്പ് വന്നപ്പോൾ താത്താന്നാ വിളിക്കല്. അങ്ങനെ ആരെങ്കിലും പറയോ? അതിനാരും പറയില്ല. എനിക്ക് 30 വയസ്സായതിനു ശേഷം ഉമ്മാൻ ഒന്നുകൂടെ സ്നേഹത്തിൽ ഉമ്മാന്ന് വിളിക്കാന്ന് പറയാം. അപ്പൊ യാ നബി വിളിച്ചിട്ട് മടുത്തിട്ടല്ല അവിടെ ജവാബ് മാറ്റിയത്. എന്താ കാരണം എന്നറിയോ? നമുക്ക് മനസ്സിലാവുക പോലുമില്ല. പഴയ കാലത്ത് നമ്മുടെ പൂർവികർ അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്ന് പറയാണ്ട് ഉണ്ട്. പഴയ കാലത്തുണ്ടായിരുന്ന ആളുകൾ നിന്നിട്ടാണ്, അതിപ്പോഴും അങ്ങനെ തന്നെ നിന്നിട്ടാണ് അസ്രഖ ബൈത്ത് ചൊല്ലുക. ഇത് ചൊല്ലി കുറച്ചു നേരം കഴിയുമ്പോൾ ആ സരസിൽ റസൂലുള്ള വരും. അവിടെ അന്ത ശംസുൻ അന്ത ബദറു എന്ന് പറയുമ്പോൾ കൽബറിഞ്ഞിട്ട് കൽബ് പൊട്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു അയൽവാസി വന്നിട്ട് സങ്കടത്തോടെ കടം ചോദിച്ചാൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവന് കടം കൊടുക്കൂലേ? അപ്പൊ നമ്മുടെ മാന്യതന്റെ കോടാനുകൂടി ഇരട്ടി അപ്പുറത്തുള്ള ആളല്ലേ ഈ അന്ത വിളിക്കുന്ന റസൂൽ. അപ്പൊ എന്താ റസൂല വരണ്ടേ? വരും, പക്ഷെ കൽബിൽ നിന്ന് അന്ത വരുന്നില്ല. അതാ പ്രശ്നം. അതാ ഞാൻ പറഞ്ഞ അന്തയുടെ ജവാബ് അത് കിട്ടും. ആ ജവാബിന്റെ ഒരു കമാലിയത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അന്തയുടെ സുആലുണ്ടല്ലോ, ഇതിന്റെ ഒരു കമാലിയത്തിന്റെ ഒരു ബേസിക്കിലെങ്കിലും ഒരു നൂറാനിയത്തോട് കൂടെ നമ്മൾ എത്തൽ നിർബന്ധമാണ് എന്ന് പറയാൻ കാരണം. എന്നിട്ട് അവര് ആ സദസ്സിൽ നിൽക്കുമ്പോൾ റസൂൽ അങ്ങനെ വന്നു. റസൂൽ വരുമ്പോൾ ഒരു മർഹബ പാടണ്ടേ? ആ മർഹബയാണ് മർഹബയ നൂറാനി അവർ പാടിയത്. നമ്മൾ രീതി മാറ്റി പാടാറുണ്ട്. ആ മർഹബ അല്ല ഈ മർഹബ, ഒക്കെ നേരെ ഉൾട്ടാണ്. ഞാൻ അർഹത ഉണ്ടായിട്ട് പറഞ്ഞതല്ല. അള്ളാഹു സാധുവായി നമുക്ക് എല്ലാവർക്കും മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്താന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങൾ എല്ലാം കൂടി പബ്ലിക്കായിട്ട് പറയാനും മടി. ഇതൊക്കെ ലൈവൊക്കെ ഉള്ള പരിപാടിയാണ്, എല്ലാം ലൈവിൽ പറയാൻ പറ്റൂല. അങ്ങനെയുള്ള കുറേ വിഷയങ്ങളാണ്, എല്ലാവർക്കും എല്ലാം മനസ്സിലാവാതെ ഉൾക്കൊള്ളാൻ കഴിയൂല. അന്തയുടെ ജവാബ് കാമാലിയത്തിലെത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിങ്ങനെ കുറേ ചൊല്ലുന്ന സമയത്ത് റസൂലുള്ള വരിക, ഇന്ന് റസൂലുള്ള പറയാം മോനെ ചൊല്ലിക്കടാന്ന് പറയാം, കണ്ടിട്ട് ചൊല്ലുക.
അതൊക്കെയാണ് അള്ളാഹു തആല ആ ഒരു ലെവലിലേക്ക് ഒന്നിനും പറ്റാത്ത സാധുക്കളായ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തി വളർത്തി റബ്ബിൻ്റെ ഔദാര്യം കൊണ്ട്, അല്ലാതെ നമ്മുടെ യോഗ്യത കൊണ്ട് പറയാൻ പറ്റൂല. നമ്മുടെ ഔദാര്യം കൊണ്ട് അള്ളാഹു തആല നമ്മളെ ആക്കി തരുമാറാവട്ടെ.